എന്റെ വീട്ടിൽ വെച്ച് വീട്ടുകാരുള്ളപ്പോ എന്നെ കല്ലെറിയാൻ ആളെ വിട്ടവന് എന്തും ചെയ്യാൻ പറ്റും. കുടുംബത്തിന് നേരെ വരുന്ന ആക്രമണം ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് പ്രതിരോധിച്ചേ പറ്റൂ. MLA സ്ഥാനമല്ല, എന്റെ ഭാര്യയും മക്കളുമാണ് എനിക്ക് പ്രധാനം. സിദ്ധു, ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. വരുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. അതെ, അച്ഛൻ ആവശ്യമില്ലാതെ വിഷമിക്കണ്ട. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഒരു വലിയ ശത്രു പുറത്ത് അവസരം കാത്തു നിൽക്കുക. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. നമ്മൾ എന്തും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ഒരു സൂചന തന്നു എന്ന് മാത്രം. ഹരിയങ്ങൾ എന്നെ പറയും. അച്ഛനും ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? മുമ്പൊക്കെ അച്ഛന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ബലരാമൻ അങ്കിളായിരുന്നു ബലം. ഇപ്പൊ അതേ ആൾ ഓപ്പോസിറ്റ് ആയിരിക്കുമോ? സിദ്ധാർത്ഥനും ബലരാമനും തമ്മിലുള്ള മത്സരത്തിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സിദ്ധാർത്ഥനോടുള്ള താല്പര്യം കൊണ്ട് മന്ത്രിസഭയിൽ രണ്ടാമനാക്കി മന്ത്രിയാക്കാൻ തീരുമാനിച്ചയാളാ മുഖ്യൻ. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവും. ആ, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാവുന്ന നിലയിൽ ഞാൻ എത്തിയിരിക്കുന്നു. വരട്ടെ, നോക്കാം. എന്താ ആന്റിക്ക് പറ്റിയത്? അമ്മയുടെ മനസ്സ് വല്ലാതെ ഉലഞ്ഞു പോയിരിക്കുന്നു. വന്നത് മുതൽ അധികമൊന്നും സംസാരിക്കുന്നില്ല. വല്ലാത്തൊരു ഭയം കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ വെറുതെ അങ്ങ് ടോർച്ചർ ചെയ്യൂ എന്ന് വെച്ചാ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നാണോ നീ പറയുന്നത്? എന്റെ മുരളി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ വന്ന് കയറിയപ്പോഴുള്ള കരച്ചിൽ കണ്ടിട്ട് അവര് നന്നായിട്ട് പേടിപ്പിച്ചിരിക്കുക. ഉപദ്രവിക്കോ മറ്റോ ചെയ്തോന്ന് ആർക്കറിയാം? ചന്ദ്രോത്ത അടുക്കള പണിക്ക് വന്നു പോയെന്നൊരു തെറ്റ് മാത്രമേ എന്റെ അമ്മ ചെയ്തിട്ടുള്ളൂ. അതിനിങ്ങനെ ശിക്ഷിക്കരുത്. മുരളി, എടാ, എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എന്നെ കൊണ്ടുപോയി പോട്ടെ, എനിക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം. പക്ഷെ ഇവിടെ വീട്ടിൽ വന്ന് അമ്മയെ കൊണ്ടുപോകാന്ന് വെച്ചാ നാളെ ഇനി ഗൗരിയെ കൊണ്ടുപോയില്ലെന്ന് ആരറിഞ്ഞു? മുരളീട്ട, നന്ദനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നന്ദുമോനെ, ആന്റി, എന്താ ആന്റി പറ്റിയത്? അവര് എന്തൊക്കെ ആന്റിയോട് ചോദിച്ചേ? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ വേറെ ഏതോ ലോകത്തായി പോയി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.